ഈ നമ്മുടെ കാലഘട്ടം ഒരു സംക്രമണ കാലഘട്ടമാണ്. കാരണം റേഡിയോ ആയാലും ടി വി ആണെങ്കിലും. അപ്പോൾ റേഡിയോ വീട്ടിലേക്കും കേൾവിയിലേക്കൊക്കെ വന്നതിനെക്കുറിച്ച് റേഡിയോ വാങ്ങാൻ വേണ്ടിയിട്ട് അമ്മാവനൊക്കെ അനുഭവിച്ച ചില ദുരന്തങ്ങൾ, ആ ഒരു കാലത്തെക്കുറിച്ച് അമ്മ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പോൾ അത് വിശദമായിട്ടൊന്ന് പറയാമോ? ഈ റേഡിയോ എന്ന് പറയുമ്പോൾ ഈ സംസാരിക്കുന്ന ആളെ നമുക്ക് കാണാൻ സാധിക്കില്ല. അപ്പോൾ ഞാൻ കുഞ്ഞുനാൾ മുതൽ ഒരു റേഡിയോ പ്രേമിയായിരുന്നു. അപ്പോൾ ഞങ്ങൾ വൈകുന്നേരങ്ങളിൽ അന്ന് ചിത്രമഞ്ജരി, പ്രതിവാര ആയിട്ട് വിടുന്ന നാടകം, ഇതൊക്കെ കാണാൻ വേണ്ടി ഞങ്ങൾ പോയിരിക്കുന്നത് അടുത്ത വീടുകളിലാണ്. അന്ന് എൻ്റെ മനസ്സിൽ തോന്നിയൊരു കാര്യം, ഞങ്ങൾക്കും സ്വന്തമായിട്ടൊരു റേഡിയോ വാങ്ങണം എന്നതായിരുന്നു. അവിടെ കാശ് ഞങ്ങൾക്കില്ല, അവിടെ പൈസ ഞങ്ങളുടെ കയ്യിലില്ല. ഞങ്ങളുടെ കൂടപ്പിറപ്പുകൾ തമ്മിൽ പറമ്പിൽ കിഴങ്ങ ചാണകം പെറുക്കി വിറ്റും കശുവണ്ടി പെറുക്കിയും കരികില ചുട്ട് അത് ചാരുണ്ടാക്കിയും ഞങ്ങൾ എങ്ങനെയെങ്കിലും ഒരു റേഡിയോ മേടിക്കാനുള്ള പൈസ ഉണ്ടാക്കണം എന്ന ശ്രമത്തിലായിരുന്നു. അങ്ങനെ ഒരു ദിവസം എൻ്റെ വലിയേട്ടനും ഞാനും കൂടി എറണാകുളത്ത് ഒരു റേഡിയോ വാങ്ങാൻ വേണ്ടിയിട്ട് പോയ ഒരു കഥയാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. ഒരു ദിവസം അതിരാവിലെ ഞങ്ങൾ ഈ സ്വരൂപിച്ച പൈസയും കൊണ്ട് റേഡിയോ വാങ്ങാൻ എറണാകുളത്തേക്ക് പോവുകയാണ്. മാഞ്ചേരിക്കുഴിയിലെന്ന് കടത്തുണ്ടായിരുന്നു. ആ കടത്തുകാരൻ വരുന്നതിന് മുമ്പ് ഞങ്ങൾ റേഡിയോ വാങ്ങിക്കാനുള്ള ആകാംക്ഷയോട് കൂടി ആ പുഴ നീന്തി കയറി ഞങ്ങൾ അക്കരെ കടന്ന് അന്ന് വള്ളിയാത്തമ്പലം, എടച്ചിറ, പള്ളിമോള് ഈ വഴി കൂടി ഞങ്ങൾ സഞ്ചരിക്കുക. ഇന്ന് സ്മാർട്ട് സിറ്റി ആയി കിടക്കുന്ന പ്രദേശം മുഴുവൻ സഞ്ചരിക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ നടന്നാ പോണേ. കാക്കനാട് എന്ന് കഴിയുമ്പോൾ ബസ് കിട്ടും എന്നൊരു പ്രതീക്ഷയായിരുന്നു. കാക്കനാട് എന്ന് കഴിഞ്ഞപ്പോൾ അന്ന് ബസ്സില്ല. ഞായറാഴ്ച അതിൻ്റെ പേരിൽ അന്നേരം ബസ്സില്ല. ഞങ്ങളവിടെ നിന്ന് വീണ്ടും നടന്നു. ഇന്ന് ആകാശവാണി സ്ഥിതി ചെയ്യുന്നത്, ഇന്ന് അറിയപ്പെടുന്ന സ്ഥലം NJ ക്വാർട്ടേഴ്സാണ്. സത്യത്തിൽ അതിൻ്റെ പഴയ പേര് ഇല്ലത്ത് മോൾ എന്നാണ്. ഞങ്ങൾ ഈ വഴി കൂടി നടന്ന് പാലാരിടത്ത് ചെന്നു. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ ദൈവാനുഗ്രഹം കൊണ്ട് ഒരു ബസ് കിട്ടി. ഞാനും ചേട്ടനും കൂടി ആ ബസ്സിൽ പഠിച്ച് കയറി. കണ്ടക്ടർ ചോദിച്ചു, എങ്ങോട്ടാ? എറണാകുളത്തേക്ക്. എറണാകുളത്ത് എവിടെയാ? ഞങ്ങൾ ആദ്യമായിട്ട് എറണാകുളം കാണുന്നതാണ്. അത് എവിടെയാണെന്ന് ബസ് സ്റ്റോപ്പ് വരെ ഞങ്ങൾക്ക് അറിയില്ല. ആദ്യമായിട്ട് ഞങ്ങൾ കയറുന്നതാണ്. എല്ലാ മരങ്ങളും പെട്ടതും നമ്മുടെ മുമ്പിലേക്ക് ഓടി വരുന്ന അനുഭവമാണ് എനിക്ക്. ബസ്സിൽ കയറിയിരിക്കുമ്പോൾ എല്ലാം കൂടി നമ്മുടെ മുമ്പിലേക്ക് ഓടുക. പോസ്റ്റും മരങ്ങളും നമ്മളിലേക്ക് ഇങ്ങനെ ഓടി വരുന്നൊരു ഫീൽ അല്ലേ? അങ്ങനെയാണ് എനിക്ക് തോന്നിയത്. അപ്പം ഞങ്ങൾ അങ്ങനെ എറണാകുളം മേനകയുടെ അടുത്ത് ചെന്നിറങ്ങി കഴിഞ്ഞപ്പോൾ പറഞ്ഞത് അങ്ങനെ ആയിരിക്കാം. ഞങ്ങൾ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ സർവത്ര കടയും പൂട്ടിയിട്ടേക്കാം. കാരണം ഇന്ന് ഞായറാഴ്ച കട തുറക്കില്ല, അതുകൊണ്ടാണ് പൂട്ടിയിരിക്കുന്നത്. അന്ന് ബസ്സും കുറവായിരുന്നു. അങ്ങനെ ഞങ്ങൾക്കാകെ നിരാശയായി. ഞങ്ങളെ റേഡിയോ കൊണ്ട് ചെല്ലുന്നത് വീട്ടിൽ കാത്തിരിക്കുക, എല്ലാം കാത്തിരിക്കുക. എൻ്റെ പൊന്നു മോനെ, ഞങ്ങൾക്കാകെ നിരാശയായി. അങ്ങനെ അന്ന് ഒരു റിക്ഷ വണ്ടി വന്ന് എൻജിൻ കടുപ്പിച്ച വണ്ടി അല്ല കേട്ടോ. ആളുകൾ വലിക്കുന്ന വണ്ടികൾ എറണാകുളത്തുണ്ടായിരുന്നു. ആളുകൾ വലിച്ചു കൊണ്ടുപോകുന്ന റിക്ഷ. ആ റിക്ഷ വണ്ടി, അതായത് ഒരാളെ കയറ്റിയെത്തിക്കൊണ്ട് സ്വയം വലിച്ചുകൊണ്ട് പോകുന്നതായ ഒരു റിക്ഷ വണ്ടി. 1970-കളൊക്കെ ആയിരിക്കും. 70-72 കാലങ്ങളിലാണെന്ന് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഞാൻ എൻ്റെ വലിയേട്ടനും കൂടി അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഈ ഓട്ടോറിക്ഷക്കാരൻ ഒരു നല്ലൊരു മനസ്സുള്ള ആളായിരുന്നു. അപ്പം ഞാൻ ഞങ്ങളുടെ ചരിത്രങ്ങളൊക്കെ റിക്ഷ വണ്ടിക്കാരൻ ഞങ്ങളുടെ ചരിത്രങ്ങളൊക്കെ അദ്ദേഹം പറഞ്ഞു. അങ്ങനെ ആ മനസ്സറിവുള്ള ഒരു സുഹൃത്ത് എന്ന് വേണം പറയാൻ. അദ്ദേഹത്തിൻ്റെ സഹായത്താൽ ഈ റേഡിയോ വിൽക്കുന്ന ഒരു വീടും എനിക്ക് പരിചയപ്പെടുത്തിയതാണ്. റേഡിയോ വിൽക്കുന്ന ഒരു വീടും അത് വീട്ടിൽ തന്നെയാണ് കടയുള്ളത്. അപ്പം അങ്ങനെ ഈ പുള്ളിക്കാരൻ്റെ നിർദ്ദേശം ഞങ്ങൾ അത് എറണാകുളം മേനകയുടെ കിഴക്ക് ഭാഗത്താണ് തോന്നുന്നത്.
10-50 കൊല്ലം മുമ്പാണ് കേട്ടോ. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പം അങ്ങനെ അവിടെ ചെന്ന് ഈ പുള്ളിക്കാരൻ നിർദ്ദേശപ്രകാരം അന്ന് ഇന്നത്തെ പോലെ മധുരമൊന്നുമില്ല, ഇന്നത്തെ പോലെ മധുരമല്ല, ചുമ്മാ അന്ന് മധുരമില്ല. ഈ പുള്ളിക്കാരൻ്റെ വീട്ടിൽ മധുരം എന്ന് പറയാൻ ഈ കമ്മ്യൂണിസ്റ്റ് പച്ച, കമ്മ്യൂണിസ്റ്റ് അല്ല, ചീമക്കൊന്ന. ഈ ചീമക്കൊന്ന കുത്തി മറിച്ചിട്ട് അതിൻ്റെ സൈഡിൽ തെങ്ങോല, ആ ഓല കൊണ്ട് മെടഞ്ഞ ഒരു മധുരോട് കൂടിയ വീടാണ് ചെന്നത്. ചെന്ന് കഴിഞ്ഞപ്പോൾ ആ സുഹൃത്തെന്ന് പറയാം, നല്ലൊരു മനുഷ്യനാണ്. ചേട്ടാ എന്താ വിശേഷം എന്ന് ഞാനോട് സൗമ്യ വളരെ സ്നേഹത്തോടെ ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാനല്ല ചേട്ടൻ പറഞ്ഞു, ഞങ്ങളൊരു റേഡിയോ വാങ്ങാൻ വേണ്ടി വന്നതാണ്. ഞങ്ങൾക്ക് റേഡിയോ പാട്ട് വളരെ ഇഷ്ടമാണ്, റേഡിയോ ഞങ്ങൾക്ക് വളരെ ഇഷ്ടമാണ്. അപ്പോൾ വാങ്ങി ഞങ്ങൾക്ക് നാട്ടിൽ ചെല്ലാൻ കാത്തിരിക്കുകയാണ്. അപ്പോൾ അദ്ദേഹം ചോദിച്ചു, ഇവിടെ പല റേഡിയോ ഉണ്ട്, നിങ്ങൾക്ക് ഏത് വിധത്തിലുള്ള റേഡിയോ വേണ്ടേ? അപ്പോൾ ചേട്ടൻ പറഞ്ഞു, ഞങ്ങളുടെ കാര്യം ആകെ 25 രൂപയുള്ളൂ, അങ്ങോട്ട് വണ്ടിക്കാശും വേണം, അതിൽ ഒതുങ്ങുന്ന ഒരു റേഡിയോ ഞങ്ങൾക്ക് മതി എന്ന് പറഞ്ഞപ്പോൾ ഒരു മർഫി റേഡിയോ ആണ്. മർഫി റേഡിയോ ആണ്. കമ്പനിയുടെ പേരാ? മർഫി എന്ന കമ്പനിയുടെ പേരുള്ള ഒരു റേഡിയോ ഞങ്ങൾക്ക് തന്നു. പുള്ളി ഞങ്ങൾക്ക് തന്ന് കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമായി. ഞങ്ങൾ അതിരാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ മനസ്സാവും. ഞങ്ങൾ അതിരാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങാതായിട്ട് ഞങ്ങളൊരു കട്ടൻ ചായ വരെ കുടിച്ചിട്ടില്ല. ഞങ്ങളുടെ സന്തോഷത്തിൻ്റെ വിശപ്പൊക്കെ പോയി, എല്ലാവരും മാറി. ഈ റേഡിയോ എൻ്റെ വീട്ടിലെത്തിക്കണം. ഈ റേഡിയോ എൻ്റെ വീട്ടിൽ ഒന്നും കഴിച്ചിട്ടില്ല. ഒരു ഞായറാഴ്ച അല്ലേ, ഒരു കടവരെ ഇല്ല. എങ്കിലും ഞങ്ങൾക്ക് ആ സന്തോഷം പേരിൽ ബസ്സില്ല അവിടെ നിന്ന്. ഞായറാഴ്ച ഒരു ബസ്സില്ല. ഞങ്ങൾ അവിടെ നിന്നും എൻ്റെ വീട്ടിലേക്ക് അവിടെ നിന്ന് ഉദ്ദേശം ഒരു 30 കിലോമീറ്ററിൽ ഉണ്ടാവും. എനിക്ക് കൃത്യമായ കണക്കൊന്നും എനിക്ക് അറിയില്ല. ഞങ്ങൾ ഈ സന്തോഷത്തെ കൊണ്ട് അതിസ്പീഡിൽ നടന്നു വന്നപ്പോൾ മാഞ്ചേരിക്കുടി പാലത്തിൻ്റെ അടുത്ത് വന്നപ്പോൾ കടത്തുകാരൻ പൂട്ടിപ്പോയി, വഞ്ചി പൂട്ടിപ്പോയി. ഞങ്ങൾ ആ റേഡിയോയെ കയ്യിൽ പൊക്കി പിടിച്ചുകൊണ്ട് പുഴ നീന്തി കയറി. അതെനിക്ക് ദൃശ്യവൽക്കരിക്കാനുണ്ട്. ഒരു കൈ ഉയർത്തി റേഡിയോ പിടിച്ചിട്ട് മാഞ്ചേരിപ്പുഴ നീന്തി കിടക്കുകയാണ്. അല്ല, ഞാൻ ഈ റേഡിയോക്കൊന്നും പറ്റരുത്, എനിക്കൊന്നും പറ്റരുത്, റേഡിയോക്കൊന്നും പറ്റരുത് എന്ന് കരുതി ഒരു കൈ കൊണ്ട് തുഴഞ്ഞ് ഒരു കൈ കൊണ്ട് ഉടുവസ്ത്രമൊക്കെ പൊതിഞ്ഞ് റേഡിയോ പൊതിഞ്ഞ് ഞങ്ങൾ പുഴ നീന്തി കയറി. ഗംഭീര ഒരു കാഴ്ചയാണ്. ഗംഭീര കാഴ്ചയല്ല. ഞങ്ങൾ റേഡിയോയുമായിട്ട് വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ എൻ്റെ അച്ഛൻ്റെ അമ്മയുടെയൊക്കെ സ്വന്തപ്പെട്ട ആൾക്കാർ, ഒരു കല്യാണത്തിന് കൂടുന്ന ആൾക്കാർ വീട്ടിലുണ്ട്, കാത്തിരിക്കുക. ഗൾഫിൽ നിന്നൊക്കെ ആള് വരാൻ കാത്തിരിക്കുക. ഞങ്ങൾ ഈ റേഡിയോ ഓൺ ചെയ്ത് കേൾക്കാൻ വേണ്ടി എല്ലാവരും ആകാംക്ഷയിൽ കൂടിയിരിക്കുക. റേഡിയോയിൽ പാട്ടില്ല, പക്ഷെ ബാറ്ററി ഇട്ടില്ല. അത് ബാറ്ററി വേണ്ടിക്കൊന്നും എനിക്കറിയില്ലല്ലോ. ബാറ്ററി ഇടില്ല. എല്ലാവർക്കും നിരാശയായി. എന്നിട്ട് ഞാൻ അന്ന് ആരും ഒന്നും കേട്ടില്ല. ആകെ ഞങ്ങൾക്ക് നിരാശയായി പോയി. കാത്തിരിപ്പ് വെറുതെ ബാറ്ററി ഇല്ലല്ലോ. പിറ്റേ ദിവസം ഞങ്ങൾ ബാറ്ററി മേടിച്ച് വീട്ടിൽ കൊണ്ടുവന്ന് ഈ റേഡിയോ കേട്ടു. പിന്നീട് എനിക്ക് വീട്ടിൽ വന്നു. അന്ന് ഞാൻ സ്കൂളിൽ 8ലോ 9ലോ പഠിക്കുന്ന സമയമാണ്. അപ്പോൾ മോർക്കാല സ്കൂളിൽ, നമ്മുടെ അഭിമാനമുണ്ട മോർക്കാല സ്കൂളിലാണ് ഞാൻ പഠിക്കുന്നത്. ഞാൻ റേഡിയോ വിട്ടു വന്നു കഴിഞ്ഞ റേഡിയോ ഈ റേഡിയോയ്ക്ക് ഒരു സമയമുണ്ട്. രാവിലെ അന്നത്തെ റേഡിയോ രാവിലെ ഇന്ന് ഫുൾ ടൈം റേഡിയോ ഉണ്ട്. അത് ഒരു നിശ്ചിത സമയമുണ്ട്. രാത്രി 9 മണിക്ക് നിലയം പൂട്ടും. അന്നത്തെ കാലഘട്ടം നിലയം പൂട്ടും. അപ്പൊ ഞാൻ സ്കൂളിൽ വിട്ട് വീട്ടിൽ വന്നു കഴിയുമ്പോൾ അല്ല, ബാറ്ററി പിറ്റേഷൻ ഞങ്ങൾ കണ്ടു. പിന്നെ കേട്ടു. അങ്ങനെ കേട്ട് കഴിഞ്ഞപ്പോൾ പിന്നെ എനിക്ക് ഇപ്പൊ ഒരു സൈക്കിളായാലും ബൈക്കായാലും മേടിച്ചു കഴിഞ്ഞാൽ അതിനോടാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ആകർഷണം. ഈ ഞാൻ പഠിത്തത്തിൻ്റെ കാര്യത്തിൽ പഠിക്കുന്ന കാര്യം മാറ്റി വെച്ചാലും റേഡിയോ ഞാൻ ഇരിക്കാറില്ല. അങ്ങനെ ഞങ്ങൾ റേഡിയോ പാട്ട് അങ്ങനെ കേട്ട് കഴിഞ്ഞപ്പോൾ മോനെ പെട്ടെന്നൊരു സംഭവം ഉണ്ടായി.
ഞാൻ ഞങ്ങളന്ന് ഈ അരണ്ട മണ്ണെണ്ണ വിളക്കിൻ്റെ വെളിച്ചത്തിലാണ് ഞങ്ങൾ ഈ കറണ്ട് ഇല്ല. അല്ല, പാഠപുസ്തകങ്ങളും ഒക്കെ വായിക്കുന്ന ഹോംവർക്ക് ചെയ്യുന്നതോടും ഈ മണ്ണെണ്ണ വിളക്കിൻ്റെ അടിഞ്ഞ ഈ അരണ്ട വെളിച്ചത്തിലാണ്. പ്രദേശത്ത് തന്നെ കറണ്ട് ഇല്ല. കറണ്ട് ഇല്ല നാട്ടിലേ ഇല്ല. ഇല്ല, നാട്ടിൽ തന്നെ കറണ്ട് ഇല്ല. ഓക്കെ. അപ്പം അങ്ങനെ ഞങ്ങൾ അച്ഛൻ വല്ലപ്പോഴൊക്കെ വരുമ്പോൾ പണി നിർത്തി വരുമ്പോൾ ഈ മെഴുതിരി കൊണ്ടു. മെഴുതിരി ഞങ്ങൾ വാങ്ങിക്കാൻ അച്ഛൻ പണി നിർത്തി വരുമ്പോൾ മെഴുതിരിയുടെ വരാൻ. അപ്പം അച്ഛൻ കൊണ്ടുവന്ന മെഴുകുതിരി മണ്ണെണ്ണ തീർന്നിട്ടല്ല എങ്കിലും ഞാൻ ഈ പാട്ട് കേൾക്കാൻ വേണ്ടി ഈ റേഡിയോയുടെ പുറത്ത് ഈ റേഡിയോ പുറത്ത് ഞാൻ കത്തിച്ച് വെച്ച് ഞാൻ ഇങ്ങനെ റേഡിയോ പാട്ടും കേട്ട് അങ്ങനെ കിടക്കുന്ന സമയത്ത് ഞാൻ അറിയാണ്ട് ഉറങ്ങിപ്പോയി. ആ മയക്കത്തിൽ എന്തോ ഒരു അഗ്നിനാളം എൻ്റെ മുന്നിൽ തെളിഞ്ഞു. ഞാൻ ചാടി എഴുന്നേറ്റിട്ടോ. അപ്പോൾ ആ റേഡിയോയുടെ പുറത്തുനിന്ന് ആ മെഴുകുതി എല്ലാം കത്തി തീർന്ന് ഈ റേഡിയോ അന്ന് അതിൻ്റെ ഫ്രെയിമൊക്കെ ഈ അരക്ക് കത്തി പിടിച്ചു. ഈ അരക്ക് കത്തി പിടിച്ചു കഴിഞ്ഞപ്പോൾ റേഡിയോ ആയ കത്തിപ്പോയി. എനിക്കൊക്കെ നിരാശയായി. ഇനി എന്ത് ചെയ്യും എന്നറിയാതെ ആ സമയത്ത് ഈ റേഡിയോ ഈ വയറിൻ്റെ പുറത്തുള്ള ഇൻസുലേഷൻ എല്ലാം കത്തി നശിച്ചു. എൻ്റെ പൊന്നു മോനെ, ഞങ്ങളുടെ കുഞ്ഞു റേഡിയോ ഈ കത്തുന്ന സമയത്തും അത് പാടിക്കൊണ്ടിരുന്നു. ഈ റേഡിയോ കത്തുമ്പോഴും എല്ലാം കത്തി തീർന്നില്ല എങ്കിലും കുറച്ച് ഭാഗം കത്തിയെങ്കിലും ഞങ്ങൾ കഷ്ടപ്പെട്ട് മേടിച്ച ആ റേഡിയോ ദൈവാനുഗ്രഹം കൊണ്ട് അത് പാടിക്കൊണ്ടിരുന്നു. എനിക്കാകെ സങ്കടമായി. ഞാൻ പെട്ടെന്ന് ആ തീ അണച്ച് കഴിഞ്ഞിട്ട് പിന്നെ ആ റേഡിയോ ഒരിക്കലും പാടിയിട്ടില്ല. കത്തിക്കൊണ്ട് പാടി തീ അണച്ച് കഴിഞ്ഞതിന് ശേഷം ഈ റേഡിയോ പിന്നെ ഒരു മിണ്ടിയിട്ടില്ല. ആണല്ലേ? ഈ റേഡിയോ ഒരിക്കലും മിണ്ടിയില്ല. അന്ന് മുതൽ ഞാൻ റേഡിയോ ആസ്വാദകനാണ്.